വേൾഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ ഇപ്പോൾ ഇതൊക്കെ പിടിച്ച് നിൽക്കണമെന്നല്ലേ? ഇതൊന്നുമില്ല, ഇത് GoPro9 ആണ്. അതിൻ്റെ ഒരു കേസ് ഉണ്ട്, ഒരു മൈക്ക് അഡാപ്റ്റർ ഉണ്ട്, പിന്നെ ഇത് നമ്മുടെ റോഡിൻ്റെ മൈക്കാണ്. റോഡിൻ്റെ മൈക്ക് ബ്ലൂടൂത്ത് വയർലെസ് മൈക്ക് ഇതാണ്. ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ GoPro വാങ്ങിച്ചതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ മുൻപ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടവർക്ക് അറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ GoProയുടെ യൂസ് ചെയ്തതിൻ്റെ റിവ്യൂവും ഈ കേസ്, ഈ സ്റ്റാൻഡ്, ഈ മൈക്ക്, അതുപോലെ തന്നെ ഈ അഡാപ്റ്റർ, ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും മൊത്തത്തിലുള്ള ഒരു യൂസേജ് എക്സ്പീരിയൻസുമാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു വ്ളോഗിങ് ചെയ്യുന്നവർക്ക് ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ, ഇപ്പം ഒരു മൈക്ക് അഡാപ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ദൂരത്തു നിന്നാണെന്നുണ്ടെങ്കിലും സൗണ്ടിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ആളുകളുമായി സംസാരിക്കുന്നതോ, പൊതുവെ പുറത്തൊക്കെ ആകുമ്പോൾ വിൻഡിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനും വിൻഡ് മഫൊക്കെ യൂസ് ചെയ്താൽ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം മൊത്തത്തിലെല്ലാം കൂടിയുള്ള ഒരു എൻ്റെ വ്ളോഗിങ് സെറ്റപ്പിൻ്റെ ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യണം. എക്സ്പീരിയൻസും അതുപോലെ തന്നെ റിവ്യൂ, അൺബോക്സിങ്ങും എല്ലാം കൂടി. GoPro ഫസ്റ്റ് യൂസ് ചെയ്തത് ദുബായിലുള്ള ഒരു ലഗൂണ വാട്ടർ പാർക്ക് ഉണ്ട്, പോയിട്ടാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഫേസ് ചെയ്തിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ലഗൂണ വാട്ടർ പാർക്കിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, മറ്റുള്ള സാധനങ്ങളുടെ അൺബോക്സിങ്, മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് ഈ വീഡിയോയിൽ മുഴുവനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ മുഴുവനായി വീഡിയോ കാണാം. നിങ്ങൾ കാണുന്നവർ ആരെങ്കിലും ഈ സാമ്പാർ വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പല രീതിയിലുള്ള ട്രാവൽ വീഡിയോസ്, ഇൻഫർമേഷൻ ആയിട്ടുള്ളത്, അങ്ങനെ മൊത്തത്തിലുള്ളൊരു സാമ്പാർ പരുവത്തിലുള്ളൊരു കഫേ ഓഫ് ഡൈവേഴ്സിറ്റിയാണ് നമ്മുടെ ചാനൽ. അതിലൂടെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി വെക്കുക കേട്ടോ. ഇതാണല്ലോ സാധാരണ എല്ലാ ആളുകളും പറയാറുള്ളത്. നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഒരു ചാനലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും അതൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് വീഡിയോയിലേക്ക്, അൺബോക്സിങ്, ലഗൂണ വാട്ടർ പാർക്ക് എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു കൊളാഷ് വീഡിയോയിലേക്ക് പോകും. GoPro ഇതിന് വേണ്ടിയുള്ള കേസ് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഡാപ്റ്റർ, ഇതിൻ്റെ മൈക്ക് ഉപയോഗിക്കാനുള്ളത്. അതുപോലെ പിന്നൊരു റോഡ് മൈക്ക് ഉണ്ട്, വയർലെസ് മൈക്കാണ്. പിന്നെ ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ട്, ആക്ഷൻ ക്യാമറാസിന് അതുപോലെ മൊബൈലിൻ്റെ ഒരു ഹോൾഡറൊക്കെ വെക്കാൻ കഴിയുന്നൊരു ടെൽസിൻ എന്ന കമ്പനീൻ്റെ ആണ്. മറ്റൊരു ഉലാൻസിയിലാണ്, റോഡിൻ്റെ ഒന്നുണ്ട്. പിന്നെ അഡാപ്റ്റർ ഹീറോൻ്റെ തന്നെയാണ്, GoProൻ്റെ തന്നെ. എല്ലാം കൂടി ഉള്ളൊരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മൊത്തത്തിലുള്ളൊരു വ്ളോഗിങ് സെറ്റപ്പ് നമുക്ക് GoProയിൽ ചെയ്യാൻ പറ്റും. എക്സ്റ്റേണൽ മൈക്ക് കൊടുക്കാൻ കഴിയും, പക്ഷേ എക്സ്റ്റേണൽ മൈക്ക് ഇതിൽ ചെറിയൊരു പ്രശ്നം, GoPro9 കോമ്പാറ്റബിൾ അല്ല എന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം ഇതിൻ്റെ അപ്ഡേറ്റ് വന്നത് ശരിയായിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാത്തിനും കൂടെ ഉള്ള ഒറ്റൊരു അൺബോക്സിംഗ് ആണ്. അപ്പം നമുക്ക് നിങ്ങളത് ഫുള്ളായിട്ട് കാണുക. വ്ളോഗിങ് ചെയ്യുന്നവർക്ക്, ചിലരൊക്കെ ഇത് യൂസ് ചെയ്യുന്നവരുണ്ട്, ചിലർ ഇനി വാങ്ങിക്കുന്നവരുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടും. ഫോണിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ GoProൻ്റെ ഒരു G7X Mark II ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു, അതിലാണ് ഞാൻ തുടങ്ങിയത്. ഇപ്പോൾ iPhone 11 Pro പിന്നെ GoPro ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ട കുറച്ച് ആക്സസറീസിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് തുടങ്ങല്ല നമ്മുടെ പൊട്ടിക്കൽ. ആദ്യം നമുക്ക് നമ്മുടെ ഇതിൻ്റെ കേസ് പൊട്ടിക്കാം. കേസ് നമ്മൾ സാധനങ്ങൾ പൊട്ടിക്കാം. ജസ്റ്റ് ഒരു ഉള്ളിലൊരു കവറിലേ നട്ടിട്ടുള്ളൂ. അതിൻ്റെ ഒരു മിറർ ലെൻസ് കവർ ചെയ്യുന്നൊരു കവറുണ്ട്.
പിന്നെ ജസ്റ്റ് ഈ ഒരു സാധനമുണ്ട്. അപ്പോൾ ഇത് ഇടുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കാനുണ്ട്. ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഇപ്പം തന്നെ ഒരുമിച്ചിടാം. ഇങ്ങനെ കേസില്ലാതെ നമ്മൾ GoPro യൂസ് ചെയ്യുമ്പോഴേ പലപ്പോഴും വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനൊരു കേസ് എന്തായാലും നല്ലതാണ്. ഇവിടുത്തെ ഇവിടെ ചെറിയൊരു ഇതുണ്ട്, അതൊന്നിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ സാധനം പോകുന്നു. ഇനി നമ്മളിതിൽ സാധനം അങ്ങോട്ട് ഇതേ ഷേപ്പിലാണുള്ളത്. അപ്പം നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ ഭാഗം നമ്മൾക്ക് ഇതടച്ചാൽ ഇതിലൂടെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, അഡാപ്റ്റർ ഇടാൻ പറ്റും. ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ സാധനം സെറ്റായി. ഇനിയിപ്പോൾ ഇവിടെയാണ് എന്ത് ചെയ്യണത്, ബാറ്ററി നമുക്ക് ചെയ്യണം. അപ്പോൾ അതിന് ഇത് നമുക്ക് ഈ സാധനത്തിന് ഇവർ എത്ര ചാർജ് ചെയ്യുന്നറിയാം, നല്ല വില ചാർജ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൽ. വേറൊരു സാധനം നമുക്ക് കിട്ടാനുമില്ല, വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതിനെ കൊണ്ട് നമുക്കിത് ചെയ്യല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഈ സാധനം അഡാപ്റ്റർ സെറ്റായി കണ്ടോ, വളരെ ക്ലിയറായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട്. ഇനി അടുത്ത സാധനമാണ് നമ്മുടെ റോഡിൻ്റെ വയർലെസ് മൈക്ക്. മൈക്കുണ്ട്, മൈക്കും അതിൻ്റെ ട്രാൻസ്മിറ്റർ ചെറിയൊരു പൗച്ചുണ്ട്. അതിന് 2 വീൻഡ് മഫ് ഉണ്ട്, 2 ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ 3.5 ജാക്ക് ഉണ്ട്. പിന്നെ അതിൻ്റെ മാനുവലാണ് ഇത് വെക്കേണ്ടത്. ഒന്ന് ട്രാൻസ്മിറ്റർ, ഒന്നാണ് നമുക്ക് മൈക്കും. അപ്പോൾ ഇതാണ് ട്രാൻസ്മിറ്റർ. ഇതിൻ്റെ താഴെ പവർ ബട്ടൺ ഉണ്ട്. അടിപൊളിയായിട്ട് സംഭവിക്കുന്നുണ്ട് കേട്ടോ. കണ്ട, ഇനി നമ്മളെന്ത് ചെയ്യണം, ഈ കേബിൾ എടുക്കുക, 3.5 ജാക്ക് എടുക്കുക, ഇതിൽ കൊടുക്കാം, ഇതിലും കൊടുക്കാം. നമുക്കിത് ഈ സാധനമുണ്ട്, ഇതൊന്ന് പവർ ഓൺ ചെയ്യുക. ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇത് കണക്റ്റ് ആവും രണ്ടും കൂടി. ഇവിടെ 2 നീല കത്തുണ്ട്, ചാർജ് കുറഞ്ഞാലൊക്കെ അത് റെഡ് കത്തും. ഇനിയിപ്പോൾ ഇതിങ്ങനെ ചാർജ് ചെയ്യാം. നമുക്കിതാ ഇവിടെ ജസ്റ്റ് ഇവിടെ വെച്ചാൽ സ്ട്രോങ് സാധനമാട്ടെ, കണ്ടിട്ട് തോന്നുന്നത്. ഒരു GoProൻ്റെ തന്നെ ഇതിൻ്റെ സെൽഫി സ്റ്റിക്കൊക്കെ ഉണ്ട്, പക്ഷെ അതിനൊക്കെ അത്യാവശ്യം നല്ല പ്രൈസാണ്. ഇത് കുറച്ച് കുറവാണ്. ഇതിലുള്ള ഗുണം എന്താ വെച്ചാൽ ഇതിലിവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് മൊബൈലിൽ വെക്കാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. ടൈറ്റായി എന്നാ എങ്ങനെയുണ്ട്, ഉഷാറല്ലേ? ഇനി നമുക്കൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. ഞാൻ കുറച്ച് ഇപ്പോൾ ഇവിടെ അടുത്തുനിന്നാണ് സംസാരിക്കുന്നത്. ഇനി നമ്മളൊന്ന് ജസ്റ്റ് കുറച്ച് ഡിസ്റ്റൻസ് എടുത്തിട്ട് സംസാരിച്ച് നോക്കാം. ഇപ്പോൾ കുറച്ച് ഏകദേശം ഒരു 2 മീറ്റർ ദൂരത്തു നിന്നാണ് സംസാരിക്കുന്നത്. അപ്പം അതിൻ്റെ റോഡ് വയർലെസ് മൈക്കിന് ഏകദേശം 10 മീറ്ററോളം ഡയറക്റ്റ് ഇതിൽ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3-4 മീറ്റർ ബാക്കിലാണ് സംസാരിക്കുന്നത്. നമുക്ക് എങ്ങനെ സംസാരത്തിൻ്റെ അത് ക്ലാരിറ്റി ഉണ്ടോ, അത് സൗണ്ടിൽ പുറത്തുനിന്നുള്ള സൗണ്ടിലൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ അതിൻ്റെ നോയ്സ് കട്ട് ചെയ്തിട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ അടുത്തുനിന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് ശബ്ദം എന്നുള്ളത് നോക്കാം. ഞാൻ കുറച്ച് ഇപ്പോൾ ഇവിടെ അടുത്തുനിന്നാണ് സംസാരിക്കുന്നത്. ഇനി നമ്മളൊന്ന് ജസ്റ്റ് കുറച്ച് ഡിസ്റ്റൻസ് എടുത്തിട്ട് സംസാരിച്ച് നോക്കാം. ഇപ്പോൾ കുറച്ച് ഏകദേശം ഒരു 2 മീറ്റർ ദൂരത്തു നിന്നാണ് സംസാരിക്കുന്നത്. അപ്പം അതിൻ്റെ റോഡ് വയർലെസ് മൈക്കിന് ഏകദേശം 10 മീറ്ററോളം ഡയറക്റ്റ് ഇതിൽ കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3-4 മീറ്റർ ബാക്കിലാണ് സംസാരിക്കുന്നത്. നമുക്ക് എങ്ങനെ സംസാരത്തിൻ്റെ അത് ക്ലാരിറ്റി ഉണ്ടോ, അത് സൗണ്ടിൽ പുറത്തുനിന്നുള്ള സൗണ്ടിലൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ അതിൻ്റെ നോയ്സ് കട്ട് ചെയ്തിട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ അടുത്തുനിന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് ശബ്ദം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞു, ചെക്കിങ് കഴിഞ്ഞു. കോമ്പാറ്റിബിൾ അല്ല എന്ന് പറഞ്ഞിരുന്നത് ഒരു 3-4 മാസം മുമ്പ് GoPro അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിപ്പോൾ അഡാപ്റ്റർ കോമ്പാറ്റിബിൾ ആണ് 9-നും
ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്തു, സാധനം എന്തായാലും നമുക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമുക്കിനി ഇത് വെച്ചിട്ട് നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വ്ളോഗ്സോ അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്, നടന്നാൽ നിങ്ങൾക്ക് കാണാം. ട്യൂബേഴ്സിന് ഇതേപോലെ യൂസ് ചെയ്യുന്നവർക്ക് ഇനി വരുന്നവർക്കൊക്കെ ചിലപ്പോൾ ഒരു ഉപകാരത്തിൽ പെടാവുന്നൊരു സംഭവമാണ്. ഹീറോ 9 GoPro വാങ്ങിച്ചിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. GoPro 9 ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലാമറിലുള്ള ലഗുണ വാട്ടർ പാർക്കിലേക്ക് വന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വാട്ടറിൻ്റെ ടെസ്റ്റും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇന്ന് ലഗുണ വാട്ടർ പാർക്കിൽ ടെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അവിടുത്തെ റൈഡുകളൊക്കെ ഉണ്ട്, ഇവിടെ ലാമറിലെ കാഴ്ചകളൊക്കെ ഉണ്ട്. ലാമർ മൊത്തത്തിലൊരു നാഷണൽ ഡേ ആയിട്ട് ഇന്ന് 1-ാം തീയതി തൊട്ടിട്ട് 4-5 ദിവസത്തിന് ഓഫാണ് ഇവിടെ UAE. അപ്പം എല്ലാവരും വലിയൊരു ഹോളിഡേ മൂഡിലാണ്. അപ്പം എല്ലാ ആളുകളും അത്യാവശ്യം നല്ല ആളുകളൊക്കെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്, കളിക്കാനും കുട്ടികളായിട്ടൊക്കെ ആയിട്ട്. അവിടെ നല്ല രസമുള്ള ബീച്ചുണ്ട്, സൂപ്പർ പ്ലേസാണ് ദുബായിലത്തെ. അത് ഒന്ന് വിസിറ്റ്, ലാമറിലെ കാഴ്ചകളും ലഗുണ വാട്ടർ പാർക്കിലെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിന്ന് അടിച്ചുപിടിക്കാം. വാട്ടർ പാർക്കിൻ്റെ വലിയ വലിയ വാട്ടർ റൈഡുകളൊക്കെയാണ് കാണുന്നത്. അതിലൊക്കെ ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ താഴെ കളിക്കാൻ പറ്റിയ ചെറിയ ചെറിയ സ്വിമ്മിങ്ങും പിന്നെ വാട്ടറുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് നമ്മുടെ നാട്ടിലെ വീഗാലാൻഡിലൊക്കെ ഉള്ള ഡ്രീം വേൾഡിലൊക്കെ ഉള്ള കണ്ടിട്ടുള്ള ഒരുപാട് റൈഡുകളുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറാം. നമുക്ക് ജസ്റ്റ് അതിൻ്റെ അടുത്ത് ഉള്ളിൽ കയറിയിട്ട് ബാക്കി നമുക്ക് കാണാം. കണ്ടപ്പോൾ മനസ്സിലാവില്ല എവിടെ നമുക്ക് വാട്ടറിൽ കുട്ടികൾ കയറാം. എല്ലാ റൈഡിലും കുട്ടികളെ കൂടെ നമ്മൾ എന്തായാലും വേണമെന്നാണ്. അത് കണ്ടില്ല, കുറേ വാട്ടർ വെള്ളമൊക്കെ കേരള സംഭവങ്ങൾ തന്നെ. ഓക്കെ, അതില്ല ഇവിടെ അല്ല. ഇവിടെ ബീച്ചാണ്, ലാമറിലെ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ബീച്ചാണ്. പിന്നെ ഇവിടെ ഈ സൈഡിലാണ് ലഗുണ വാട്ടർ പാർക്ക് വരുന്നത്. അതിൽ നമുക്ക് കുറച്ച് നല്ല വലിയ വലിയ ബ്രേവ് ആയിട്ടുള്ള റൈഡുകളൊക്കെ ഉണ്ട്, മുകളിൽ കാണാം. അതിലൊക്കെ കുട്ടികൾക്കൊക്കെ പേടിയിലൊന്നും കയറാൻ പറ്റില്ല, കുറച്ചൊക്കെ ഇതിലൊക്കെ അവർ അനുവദിക്കും ഹൈറ്റിനനുസരിച്ചിട്ടാണ്. Rides and everything, it was good, it was fun. It was fun. So the next ride is just gonna be super cool. ഇവിടെ ഫുഡ് ഉണ്ട്. നമ്മൾ എടുത്തിട്ടുള്ളത്
കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയ ഒരു പാക്കേജിലത്തതായതുകൊണ്ട് നമുക്ക് ഫുഡ് അവൈലബിൾ അല്ല, ഫുഡില്ല. ഇവിടെ 99 ദിർഹംസ്, നോർമൽ പ്രൈസ് 125 ദിർഹംസ് ആണ്. ഇപ്പോൾ 40% ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പം 99 ദിർഹംസിന് നിങ്ങൾക്ക് ഇപ്പോൾ 1 ഡേ ഫുൾ ഫുഡ് വിത്ത് ടിക്കറ്റ്സ് ഉണ്ട് ഒരാൾക്ക് കേട്ടോ. ഗോപ്രോ ആക്സസറീസ് ആയിട്ടുള്ള കേസ്, അഡാപ്റ്റർ, മൈക്ക്, റോഡിൻ്റെ മൈക്ക്, ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ഒരു ഏകദേശം ഒരു അൺബോക്സിങ്ങും അതിൻ്റെ ചെറിയൊരു ടെസ്റ്റിംഗ് ഒക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ ലഗുണ വാട്ടർ പാർക്കിൽ ഗോപ്രോ ഫസ്റ്റ് വാങ്ങിച്ചതിന് ശേഷമുള്ള വാട്ടറിലുള്ള യൂസേജും നമ്മുടെ അവിടുത്തെ വീഡിയോസൊക്കെ കണ്ടു. അതുപോലെ തന്നെ ഗോപ്രോ യൂസ് ചെയ്ത് ഞാൻ നമ്മുടെ കേരള ടു കാശ്മീർ യാത്രയിൽ ഉപയോഗിച്ചതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത്രയും കാലം ഞാൻ ഗോപ്രോ യൂസ് ചെയ്തിട്ട് എനിക്ക് ഉണ്ടായ ചെറിയൊരു നെഗറ്റീവ് എന്ന് പറയാവുന്നത് ഇതിൻ്റെ പവർ ബട്ടണ്, അതുപോലെ തന്നെ ഇവിടുത്തെ റെക്കോർഡിംഗ് ബട്ടണൊക്കെ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ചില സന്ദർഭങ്ങളിൽ അത് വർക്കിംഗ് പെട്ടെന്നാവാത്തൊരു സാഹചര്യങ്ങൾ ഞാൻ പല പ്രാവശ്യവും നേരിട്ടിട്ടുണ്ട്. അത് ആരെങ്കിലും അതിനെക്കുറിച്ച് വല്ല സൊല്യൂഷൻസോ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനെന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നമ്മുടെ മിസ്റ്റേക്കാണോ അതോ ഇനി അങ്ങനെ തന്നെ അതൊരു പ്രശ്നം ഉണ്ടോന്ന്. വലിയൊരു പ്രശ്നമല്ല, ചെറിയൊരു പ്രശ്നം, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ സ്റ്റക്ക് ആവുന്ന പ്രശ്നം. അതുപോലെ തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷന് നമ്മുടെ ഫോണിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതൊന്നും വല്ലാണ്ട് കണക്ഷൻസ് വല്ലാണ്ട് നിൽക്കുന്നില്ല. നമുക്ക് ഫോണിലേക്ക് ഫോട്ടോസ് വീഡിയോസൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കണക്ഷനൊക്കെ പെട്ടെന്ന് ഡിസ്കണക്റ്റ് ആവുന്നത് കണ്ടു. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ഗോപ്രോയിലെ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത്. ബാക്കി പോസിറ്റീവിനെ കുറിച്ചിട്ട് ഒരുപാട് എല്ലാവർക്കും അറിയുന്നതാണ്. ഷേക്കില്ലാതെ വളരെ ഹൈപ്പർ സ്മൂത്തായിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ കഴിയും. അത്യാവശ്യം നോട്ട് ഗോപ്രോ 8-നേക്കാളും കുറച്ചുകൂടി ബാറ്ററി കപ്പാസിറ്റി ടൈമിങ് കുറച്ചുകൂടി കിട്ടുന്നുണ്ട്. ഓഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. നമ്മൾ വീഡിയോസിൽ കണ്ടും ചെയ്തു. വാട്ടറിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും ഒരു കേസ് എപ്പോഴും നല്ലതാണ്. കൂടുതൽ അണ്ടർ വാട്ടർ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ക്ലോസ് ചെയ്യേണ്ടത് സംഭവം ശരിക്കും ക്ലോസ് ഒക്കെ ചെയ്തതിന് ശേഷം വാട്ടറിൽ യൂസ് ചെയ്യുക. അല്ല എങ്കിൽ വെള്ളം കയറി ആകെ ക്യാമറ പണിയാവും. ഇതിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.